പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഡെയിലി ലൈഫാണ് കേട്ടോ. ഡെയിലി ലൈഫെന്നോ ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയാം. നമ്മുടെ വീട്ടിലത്തെ കുഞ്ഞു കുഞ്ഞ് അടുക്കള വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് നമ്മളുടെ ഓരോ വീഡിയോയിലും ഉൾപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. രാവിലെ ചായയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത ഇഡലി ആട്ടോ ഉണ്ടാക്കുന്നത്. ഇഡലി ഉണ്ടാക്കുന്ന ദിവസം പിള്ളേർക്കും വലിയ ഇഷ്ടമാണ്. സ്കൂളിൽ കൊണ്ടുപോകാനും ഇഡലിയോ ദോശയൊക്കെ ഇഷ്ടമാണ്. അപ്പം ഇന്നലെ ചോറ് കൊടുത്ത് വിട്ടുകൊണ്ട് ഇന്ന് ഇഡലി കൊടുത്തേക്കാമെന്ന് വെച്ചു. ഇഡലിക്ക് സാമ്പാറും ചമ്മന്തി ഉണ്ടെങ്കിലായിരിക്കും ഏറ്റവും നല്ലത്. പക്ഷെ ഓരോ ദിവസത്തെ മൂഡ് പോലെ ഇരിക്കും കേട്ടോ ഓരോന്നും ഉണ്ടാക്കുന്നത്. ഇന്ന് ഞാൻ സാമ്പാറും ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട്. സാമ്പാർ ആദ്യം തന്നെ വെക്കും കേട്ടോ. പിള്ളേർക്ക് ഇഡലി കൊടുത്ത് വിടേണ്ടതുകൊണ്ട് ഇഡലിയും സാമ്പാറും അവർ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് സാമ്പാർ ആദ്യം തന്നെ വെക്കും. പിന്നെ അവരെ ഒരുക്കാനും ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിൽ ഒക്കെ റെഡിയാക്കാനും ഒക്കെ മാറുന്നതുകൊണ്ട് ചമ്മന്തി നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നില്ല. അവരെ വിട്ടതിന് ശേഷം മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ഇപ്പോൾ ഒരടുപ്പയിൽ ഇഡലി ആകുന്നുണ്ട്, സാമ്പാറിൻ്റെ കഷ്ണമൊക്കെ വേകുന്നുണ്ട്. നമുക്ക് ചോറ് വെക്കണം. അത് പിന്നെ റൈസ് കുക്കറിലോട്ട് വെച്ചാൽ മതിയല്ലോ. അധികം വേവില്ലാത്തതായതുകൊണ്ട് തന്നെ 1 മണിക്കൂറൊക്കെ ഇരുന്നാൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ ചോറ് റെഡിയായി കിട്ടും. അത്യാവശ്യം കുറച്ച് പണികളൊക്കെ അവർ പോകുന്നതിന് മുന്നേ തന്നെ തീർത്ത് വെക്കും. ബാക്കിയൊക്കെ അത് കഴിഞ്ഞിട്ടാണ്. ഈ ഒരു ടൈം ഇതൊക്കെ കഴിയുമ്പോഴത്തേനും അവർ രണ്ടുപേരും എഴുന്നേറ്റിട്ട് പിന്നെ ഹാളിൽ വന്ന് കുറച്ച് സമയോടെയൊക്കെ കിടക്കും കേട്ടോ. ഇപ്പം നല്ല തണുപ്പും ഒക്കെ ആയതുകൊണ്ട് അവിടെ വന്നിട്ടും കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കും. മടിയൊന്നും ഇല്ലാണ്ട് രണ്ടുപേരും പൊക്കോളും. പിന്നെയും കുറച്ച് മടി കാണിക്കുന്നത് ദേവൂട്ടനാട്ടോ. ദേവൂട്ടൻ അടുപ്പിച്ച് ഇപ്പം എന്തെങ്കിലുമൊക്കെ 2 ദിവസം അവധി വന്നാൽ പിന്നെ അവന് പിറ്റേ ദിവസം പോകാൻ ഭയങ്കര മടുപ്പായിരിക്കും. മിച്ചൂട്ടന് ആ പ്രശ്നമൊന്നുമില്ല കേട്ടോ. 2ാം ക്ലാസ്സിലായതുകൊണ്ടായിരിക്കും. പക്ഷേ ഇതിലും ചെറുതായിരുന്നപ്പോൾ തൊട്ടേ അവന് വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു കേട്ടോ. രണ്ടുപേരും ചായ കുടിക്കാനും കഴിക്കാനും ഒക്കെ ഇരുന്ന് ദേവൂട്ടന് മനസ്സിലായി വീഡിയോ എടുക്കുമെന്ന് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് അവനിങ്ങനെ കുനിഞ്ഞ് തന്നെ ഇരുന്ന് കേട്ടോ, നോക്കാണ്ട് ചെറിയ ചിരിയൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്ന കൂണുണ്ട് കേട്ടോ. കൂണ് ഒരുപാട് നാളായി വാങ്ങിച്ചിട്ട്, കുറേ നാൾ മുമ്പ് ഒന്ന് വാങ്ങിച്ചായിരുന്നു. പിന്നെ നമ്മൾ ഇപ്പോഴാട്ടോ വാങ്ങുന്നത്. അപ്പോൾ അതൊന്ന് മെഴുക്ക് പുരട്ടിയാക്കാമെന്ന് വെച്ചു. അപ്പോൾ അതിൻ്റെ സവോളയും ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെ എല്ലാം വഴറ്റിയിട്ട് കൂണ് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വെക്കാൻ നേരത്താണ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തത്. അതുവരെ ഫ്രിഡ്ജിൽ തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ കൂണൊക്കെ കഴുകി വൃത്തിയാക്കി അരിഞ്ഞിട്ടുണ്ട്, മസാലയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചാൽ ശരിക്കും ഒരുപാട് വെള്ളം ഇതിലേക്ക് ഇറങ്ങും. പിന്നെ ചെറിയ ഒരു ഇത് വന്നോട്ടെന്നോട്ട് കുറച്ച് സമയം അടച്ച് വെച്ചും കുറച്ച് സമയം അടയ്ക്കാണ്ടും നമ്മൾ മെഴുക്കുവരട്ടി റെഡിയാക്കിയിട്ടുണ്ട്. ഇന്ന് പിന്നെ നമുക്ക് മീനൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. പച്ചമീൻ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഉണക്കച്ചെമ്മീൻ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് വറുത്ത് അതിൻ്റെ ചൂടൊക്കെ ആറാൻ വേണ്ടി വെച്ചു കേട്ടോ. എന്നിട്ട് ആ സമയത്ത് നമ്മുടെ ഇഡലിക്കുള്ള ചമ്മന്തി അരച്ചു. അപ്പോഴത്തേന് ഈ ചെമ്മീൻ്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. നമ്മളത് തേങ്ങായും മുളക് പൊടിയും ഒക്കെ ഇട്ട് അത് ചമ്മന്തി ആക്കിയിട്ടുണ്ട് ചോറിന് കേട്ടോ. ഇതെല്ലാം കഴിയുമ്പോഴത്തേന് അടുക്കളയുടെ കോലമാണിത്. ശരിക്കും യുദ്ധക്കളം പോലെയുണ്ട്. ഇനി ഒരറ്റത്തുനിന്ന് തുടങ്ങണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പാത്രമൊക്കെ കഴുകി തുടങ്ങി കേട്ടോ. പാത്രം എല്ലാം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ നമ്മൾ ഓരോ സൈഡിൽ നിന്ന് തുടച്ച് നമ്മുടെ അടുക്കളയെല്ലാം വൃത്തിയാക്കും. പിള്ളേർ പോയി കഴിഞ്ഞ് പിന്നെ നമ്മൾ ബാക്കി കുക്കിങ്ങും പരിപാടിയൊക്കെ ചെയ്തിട്ട് പിന്നെ നമ്മളും ഭക്ഷണം കഴിക്കാൻ പോകും കേട്ടോ. ഭക്ഷണമൊക്കെ കഴിച്ച് കുറേ സമയം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷമാണ് പിന്നെ ഈ പാത്രം കഴുകാനും അടുക്കള ക്ലീൻ ചെയ്യാനും ഒക്കെ ആയിട്ട് വരുന്നത്. അമ്മ അപ്പോൾ ഒരു കായത്തോരനോട് വെക്കുന്നുണ്ട് കേട്ടോ. കാരണം കൂണ് വെച്ച് കഴിയുമ്പോൾ അത് കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ കായത്തോരനും വെച്ചിട്ടുണ്ട് അമ്മ. പിന്നെ അപ്പരയ്ക്കാക്കാൻ അമ്മ അടിച്ചു വാരിയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഈ അടുക്കളയും ഒക്കെ റെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ വീണ്ടും പറയുകയാണ്, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യണേ. പക്ഷേ നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.